കുറെ നാളെ ഇയാൾ എന്നെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇത്രയും നാളെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി കഷ്ടപ്പെട്ട ഒരാളുണ്ടാക്കി. എന്താ പ്രശ്നമെന്നോ? ഇത് കണ്ടോ, ഇത് പണിഞ്ഞ് തീർത്തരാന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വരുന്ന കാശാണ്. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ പറഞ്ഞ് അടുത്ത പ്രാവശ്യം ശരിയാക്കി തരാമെന്ന്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലീവാണ് എൻ്റെ. എന്നിട്ട് പണിഞ്ഞ് വെച്ചേക്കുന്നതാ. നിക്ക് സഹോദരൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ പുള്ളിയുടെ സൈഡും കൂടെ ഒന്ന് കേൾക്കണമല്ലോ. അല്ല, എനിക്ക് മെയിൻ ഒരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം, വെയിറ്റ് ചെയ്യ്. മിസ്റ്റർ കോൺട്രാക്ടർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ബംഗാളികളൊക്കെ നാട്ടിൽ പോയനിയ ആളെ കിട്ടുന്നില്ല, അതാ പണി നീളുന്നത്. ഈ റേറ്റിന് ഇവിടെ ഉള്ളവരെ വെച്ച് എങ്ങനെ ചെയ്യുന്ന അനിയനൊന്ന് പറ. അപ്പം ഇയാൾ ഈ ചെയ്തു വെച്ചേക്കുന്നതോ? ചേട്ടനിലേക്ക് ഞാൻ തിരിച്ചു വരാം. പുള്ളിക്കൊരു 30 സെക്കൻഡ് കൊടുക്കൂ. മാറ്റമുണ്ട് എൻ്റെ കോപ്പ്. കുറച്ച് ഫണ്ട് കൂടെ തന്നാ ഞാൻ പെട്ടെന്ന് തീർത്ത് തരാം. അപ്പം കഴിഞ്ഞ ആഴ്ച വാങ്ങിയ എൻ്റെ 3 ലക്ഷം അത് പെയിന്റിങ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പൂശി തീരാത്ത പെയിന്റിനാണോടോ പെയിന്റ് അടിക്കുന്നത്? ചേട്ടാ, പുള്ളിക്ക് കുറച്ചുകൂടെ സാവകാശം കൊടുക്ക്. പുള്ളി ആരെ വെട്ടിച്ചിട്ടാണെങ്കിൽ തീർത്ത് തരും. തനിക്ക് വീടുണ്ടോ? അച്ഛൻ്റെ കൂടെയാണ് താമസം. ജോലിയും എനിക്ക് പറ്റിയ പണിയൊന്നും ഇവിടെ ഇല്ല. ആ, അതാണ്. അധ്വാനിച്ചാലേ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ അറിയൂ. വായി നോക്കി നടക്കുന്നവരെ കളിയാക്കല്ലേ സാർ. ഒരു ബംഗാളിക്ക് പകരം എവരും വെച്ചിട്ടാണെങ്കിൽ ഇതിന്റെ മുഴുവൻ പണിയും ഞാൻ തീർത്തു തരാം. അതെ. ഞാനോ? വിയർപ്പിന്റെ അസുഖമുള്ള ഞാനോ? അതെ, അറിയില്ലേ. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ വ്യത്യസ്തമായിട്ടൊരു ശില്പകല ആണോ? എന്നാ ബാ കേറ്. ഡോർ എവിടെ? ബാ. അല്ല, എങ്ങോട്ടായി പോകുന്നേ? ബാ. കേറിക്കോ. അടുക്കളയല്ല. ആ, ഫ്രണ്ട് ഇരിക്കേണ്ട ഹോള് ബാക്കിലും ബാക്കി ഇരിക്കേണ്ട കിച്ചൺ ഫ്രണ്ടിലും. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ മുടിപ്പര അമ്മച്ചി, പ്ലാൻ തിരിഞ്ഞു പോയല്ലോ. ഇതിപ്പോൾ ഞാൻ ഉമ്മറത്തിരുന്ന് തേങ്ങ ചിരുവണം, അടുക്കളയിൽ പോയിരുന്ന് പത്രം വായിക്കണം, ആ അവസ്ഥയാണ്. വാസ്തുപ്രകാരം കിഴക്ക് വശത്തൂടെ പ്രവേശനം ഉത്തമമാണെന്ന് കണ്ട് ചെയ്തതാ സാറേ. തന്നെ ഞാൻ തെക്കോട്ട് എടുപ്പിക്കുന്നുണ്ട്. താൻ ഈ പ്ലാൻ ഒന്ന് അങ്ങാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാൻ പണി അറിയാവുന്ന ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. അയ്യോ, മതില്.